അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ മജ്ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 4-ാമത്തെ ക്ലാസ്സിലാണ്. രണ്ട് വിഷയങ്ങളിലായി 3 ക്ലാസ്സുകൾ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ കഴിഞ്ഞു. ഒന്ന്, സിഫാത്തുൽ മുഅ്മിനീൻ, വിജയികളായ വിശ്വാസികളുടെ അടയാളങ്ങൾ, അവർക്കുള്ള പ്രതിഫലങ്ങൾ. ഭയങ്കര പൊട്ടുന്നുണ്ടല്ലേ. അവർക്കുള്ള പ്രതിഫലങ്ങൾ, ഇതായിരുന്നു ഒന്നാമത്തെ ഭാഗം. അത് 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് അത്വാറു ഖൽഖിൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഭാഗം. അത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിലേക്കുള്ള ദലീലായിട്ട്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, മനുഷ്യൻ്റെ മരണശേഷമുള്ള പുനർജന്മത്തെ സംബന്ധിച്ച് എല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഭാഗമായിരുന്നു. 12 മുതൽ 16 വരെയുള്ള ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 17 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ്. അതിൽ വരുന്ന വിഷയം മളാഹിറു ഖുദ്റത്തില്ല, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വിശദീകരിക്കുന്ന ഭാഗമാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ ശേഷം 7 ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം കന്നുകാലികൾ, അവയിൽ നിന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ 2 വിഷയങ്ങളും സൂചിപ്പിക്കുന്നത് ആണ് ഇന്നത്തെ പാഠഭാഗം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. وإن لكم في الأنعام لعبرة نسقيكم مما
ما في بطونها ولكم فيها منافع كثيرة ومنها تأكلون وعليها وعلى الفلك تحملون. ഓക്കെ, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا فوقكم ولقد خلقنا فوقكم سبع طرائق وما كنا عن الخلق غافلين. ولقد خلقنا فوقكم سبع طرائق وما كنا عن الخلق غافلين. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه لكم فيها فواكه كثيرة ومنها تأكلون.
وشجرة تخرج من طور سيناء وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع ولكم فيها منافع كثيرة ومنها تأكلون كثيرة ومنها تأكلون وعليها وعلى الفلك تحملون. ഒക്കെ 22 വരെയുള്ള ആയത്തുകളാണ്. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് തന്നെ കിടക്കാം. വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുമുണ്ട് ഇൻഷാ അല്ലാഹ്. വലഖദ് ഖലഖനാ ഫൗഖക്കും സബ്അ ത്വറായിഖ വമാ കുന്നാ അനിൽ ഖൽഖി ഗാഫിലീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വലഖദ് തീർച്ചയായും, ഖലഖനാ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വലഖദ് ഖലഖനാ തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഫൗഖക്കും ഫൗഖക്കും നിങ്ങളുടെ മീതെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. സബ്അ 7 എണ്ണം. സബ്അ എന്തിനെ? സമാവാത്തിൻ. സബ്അ ത്വറായിഖ. സബ്അ ത്വറായിഖ. എന്താ ത്വരീഖ? ത്വറായിഖ വഴികൾ, മാർഗങ്ങൾ. ഇതൊക്കെ ത്വരീഖ് എന്ന പദത്തിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ത്വറായിഖ് കൊണ്ട് ഉദ്ദേശം എന്താണ്? 7 അടുക്കുകളായുള്ളതിനെ എന്നാണ്. ത്വറായിഖ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സബ്അ ത്വറായിഖ് എന്ന് പറഞ്ഞാൽ സമാവാത്തിൻ ബഅ്ദുഹാ ഫൗഖ ബഅ്ദ് എന്നാണ് അർത്ഥം. സമാവാത്തിൻ ബഅ്ദുഹാ ഫൗഖ ബഅ്ദ്. ഒന്നിന് മുകളിൽ ഒന്നായി അങ്ങനെ 7. ഒന്നിന് മുകളിൽ 2, 2ന് മുകളിൽ 3, അങ്ങനെ 6ന് മുകളിൽ 7 പദങ്ങളെ നിങ്ങളുടെ മുകളിൽ നാം എന്ത് ചെയ്തിരിക്കുന്നു? സൃഷ്ടിച്ചിരിക്കുന്നു. ഫൗഖക്കും സബ്അ ത്വറായിഖ വലഖദ് ഖലഖനാ ഫൗഖക്കും സബ്അ ത്വറായിഖ. നിങ്ങളുടെ മുകളിൽ നാം 7 പദങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. ആകാശങ്ങളെ പടച്ചതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഖലഖ സൃഷ്ടിച്ചു, ത്വറായിഖ് മാർഗങ്ങൾ, വഴികൾ, നമ്മൾ ഈ പറഞ്ഞ പദങ്ങൾ,
ഉപരിലോകങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആയത്തുകളുടെ വിശദീകരണങ്ങൾ കാണാൻ കഴിയും. തുസബ്ബിഹു ലഹുസ് സമാവാതി സബ്ഉ. ഈ 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അസ്സമാവാതു സബ്ഉ, 7 ഉപരിലോകങ്ങളാണ്, അല്ലെങ്കിൽ 7 ആകാശങ്ങളാണ്. 17-ാമത്തെ അധ്യായം സൂറത്തു ഇസ്രായിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്. തുസബ്ബിഹു ലഹു, അവനെ തസ്ബീഹ് ചെയ്യുന്നു, അസ്സമാവാതു സബ്ഉ, 7 ആകാശങ്ങൾ, സബ്അ തറായിഖ്. മറ്റൊരു സ്ഥലത്ത് കാണാം 65-ാം അധ്യായത്തിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ. അല്ലാഹുവാണ് ഖലഖ സബ്അ സമാവാതിൻ, 7 ആകാശങ്ങളെ പടച്ചവൻ. മറ്റൊരു സ്ഥലത്ത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്ത് കാണാം 67-ാം അധ്യായം സൂറത്തു മുൽക്കിലെ 3-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖൻ, തട്ടുകളായി 7 എണ്ണത്തെ നിങ്ങളുടെ മീതെ സൃഷ്ടിച്ചവനാണവൻ. സബ്അ സമാവാതിൻ തിബാഖൻ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുദൂർ സുമ്മ അർജിഉൽ ബസറ കറത്തൈൻ യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്കൊരു തൂണുകളും കാണാൻ കഴിയില്ല, ആ വിധത്തിൽ ആകാശത്തെ സൃഷ്ടിച്ചവൻ. പിന്നെ പറഞ്ഞു വഇലസ്സമായി, നായി അറിയുന്ന ആയത്താണേ, വഇലസ്സമായി കൈഫ റുഫിഅത്, അല്ലേ? ഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ്സമായി കൈഫ റുഫിഅത്. സമാഇനെ സഖഫൻ മഹ്ഫൂളൻ, ഒരു എടുപ്പായിട്ട് വളരെ സംരക്ഷിതമായ അവസ്ഥയിൽ ഒരു മേൽപ്പുരയായിട്ട് സംവിധാനിച്ചവൻ. ഇങ്ങനെ പറഞ്ഞു കുറേ ആയത്ത്, നമ്മൾ 2-3 ആയത്തേ പറഞ്ഞുള്ളൂ. ഒരുപാട് ആയത്തുകൾ ആകാശങ്ങളെ പടച്ചതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സൃഷ്ടിപ്പാണ് തൊട്ട് മുമ്പ് പറഞ്ഞു. ഖൽഖുൽ ഇൻസാൻ അദ്ദാല്ല അല വഹ്ദാനിയത്തില്ല, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ. അതേപോലെ തന്നെ ബഅസുൽ ഇൻസാൻ ബഅദ മൗതിഹിം, മരണത്തിന് ശേഷം മനുഷ്യൻ്റെ പുനർജന്മം, ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന വിധത്തിലാണ് അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. പിന്നീട് ഇനി അവൻ മാത്രമല്ല, അവൻ ഈ അധിവസിക്കുന്ന ഭൂമി, അതിന് മുകളിൽ നിൽക്കുന്ന വിശാലമായ, അവന് കണ്ടെത്താൻ ഇതുവരെ ഒന്നും എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ആകാശഗോളങ്ങളെ, ആകാശങ്ങൾ, 7 ആകാശങ്ങളെന്ന ഖുർആനിൻ്റെ പൊള്ളത്തരം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അവരെന്ത് വെച്ചിട്ടാ പറയല്? അവരെന്ത് വെച്ചിട്ടാ പറയണത്? ആകെ മനുഷ്യൻ്റെ നിൽക്കുന്ന കാലിൻ്റെ അടിയിൽ എന്തൊക്കെയുള്ളതെന്ന് പറയാൻ പോലും അണ്ട് നോക്കാതെ പറയാൻ പറ്റാത്ത മനുഷ്യനാണ്. ചില അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ആകാശം തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. ഒരു യുക്തിയുമില്ലാത്ത ചില ചിന്തകളെ കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാഉദ്ദുനിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 7 എണ്ണം ഏതാന്ന് പറയാൻ കഴിയില്ല. ഖുർആനിലും സബ്അ സമാവാതിൻ തിബാഖൻ എന്നും സബ്അ തറായിഖ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല, നമ്മൾ അതിൽ അശ്രദ്ധനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അതിലപ്പുറം നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. കാരണം ഈ 1 ആകാശം തന്നെ നമുക്ക് അത് തന്നെ അറിയുന്നില്ല, അത് തന്നെ എന്താണെന്നറിയില്ല. അത് തന്നെ വളരെ കുറച്ചാണ് നമ്മൾ പറഞ്ഞത്. ഗാലക്സികളെ കുറിച്ചുള്ള കണക്ക് പറയാറുള്ളത് 1-2 വിധത്തിൽ കാണാം. 20,000 കോടിയാണ് ഒന്ന് പറഞ്ഞത്. 20,000 കോടി ഗാലക്സികളുണ്ട്. അതേപോലെ തന്നെ 20,000 അല്ല, 2 ലക്ഷം കോടി ഗാലക്സികളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഗാലക്സിയിൽ തന്നെ 25,000 കോടി നക്ഷത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്.
അതൊക്കെ ആരെ കണക്കാ? അതൊക്കെ ഒരു കണക്ക് തന്നെ, അത്ര തന്നെ, ഒരു കണക്കിന്റെ കണക്ക്, അല്ലാതെ എണ്ണി നോക്കിയിട്ടൊന്നും പറയണതല്ല. അതിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പോലും. ആ കമ്മട്ട കണക്കിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാൽ അതിനേക്കാളും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ മനുഷ്യന് അത്ഭുതപ്പെടുത്തും വിധത്തിൽ വിശദീകരിച്ച വിശുദ്ധ ഖുർആനിന്റെ അതെ ആ ഗൈബിയായി അതിനെ ഉൾക്കൊള്ളാൻ മനുഷ്യന് വേറൊരു തടസ്സമില്ല. അപ്പൊ അങ്ങനെ 7 ആകാശങ്ങൾ. അപ്പോൾ അതിനിടക്ക് പിന്നെ ഈ 7 ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ സമാ ഉദ്ദുനിയയുടെ കീഴിലുള്ളതാണല്ലോ നക്ഷത്രങ്ങളുടെ ലോകം. അതിനിടയിലുള്ള 5 പാളികൾ, 5 പിന്നെ സ്ഫീറുകൾ പറയല്ലേ നമ്മള്, അത് വെച്ചിട്ട് അതാണ് 7 എന്ന് പറയുന്നവരും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള പാളികളാണ് 7 എന്ന് പറയുന്നവരുണ്ട്. അതൊന്നല്ല, അതിന്റെ മേലെ നമ്മളെ സമാഉദ്ദുനിയന്റെ അപ്പുറത്തുള്ള വേറെ 6 ഉണ്ട്. അതിന്റെ അപ്പുറത്ത് വേറെ 6 ഉണ്ട്. അതേതാന്ന് അറിയില്ല. അല്ലാഹു അഅലം. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, നമ്മൾ ഗഫ്ലത്തിൽ അല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. വമാ കുന്ന അനിൽ ഖൽഖി പറഞ്ഞു നോക്കാം അർത്ഥം. വലഖദ് ഖലഖനാ ഫൗഖക്കും സബ്അ തറായിഖ വമാ കുന്ന, നാം അല്ലതാനും അനിൽ ഖൽഖി, സൃഷ്ടികളുടെ കാര്യത്തിൽ ഗാഫിലീന, അശ്രദ്ധരല്ല. എന്താണ് അതിന്റെ അർത്ഥം? മിൻ അൻ തസ്ഖുത അലൈഹിം ഫതുഹ്ലികഹും, അത് അവരുടെ മീതേക്കങ്ങ് വീണിട്ട് നശിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ അതിൽ നിന്ന് എന്താണ് സേഫ് ആക്കിയിട്ടുണ്ട്. അതിൽ അശ്രദ്ധനല്ല നമ്മൾ. അതേപോലെ തന്നെ ഫിൽ ഖിയാമി ബി മസാലിഹിഹി വഹിഫ്ളിഹി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുക എന്ന കാര്യത്തിൽ അശ്രദ്ധനല്ല നാം. അഥവാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമാണ് അല്ലാഹു എന്ന് അർത്ഥം. യെസ്, ആയത് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഒന്നുകൂടെ ഓതൂ. وَلَقَدْ خَلَقْنَا فَوْقَكُمْ سَبْعَ طَرَائِقَ وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ. അത്ഭുതമാണ് ഒന്നാമത്തെ ആകാശം തന്നെ ഇങ്ങനെ കാണുമ്പോൾ. അനന്തമായി നിൽക്കുന്ന ഇതെവിടെ ചെന്ന് മുട്ടുന്നു, ഇതെത്ര മേലോട്ടാണ്, അതിൻ്റെ നിറഭേദങ്ങൾ അല്ലേ, കളർഫുൾ. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ കളറാണ് ആകാശം. അതിലെ നക്ഷത്രങ്ങൾ, അതിലുള്ള മറ്റെല്ലാം, അവയുടെ ഉദയാസ്തമയങ്ങൾ, ഉദയാസ്തമയ സ്ഥാനങ്ങൾ, ഉദയം മുതൽ അസ്തമയം വരെ, അസ്തമയം തിരിച്ച്, ഇതിലുള്ള സഞ്ചാര പഥങ്ങൾ, ഇവയെല്ലാം അത്ഭുതകരമാണ് എന്ന് മാത്രമല്ല, ഇനി അവിടുന്ന് വേറെയും ചില സംഗതികളുണ്ട്. ആകാശത്തെ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളെ അഥവാ വെള്ളത്തെ സജ്ജീകരിച്ചുകൊണ്ട് ചെയ്തു വെക്കുന്ന മാർഗങ്ങൾ, എന്നിട്ട് അതിനെ മഴയായി ഭൂമിയിലെ പർവ്വതങ്ങളിലൂടെ, അതല്ലെങ്കിൽ സമുദ്രങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഭൂമിയിലേക്ക് അതിനെ പെയ്തിറക്കുന്ന സംവിധാനം, ഇതുകൊണ്ടുണ്ടാകുന്ന സസ്യലതാദികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും സമാധാനവും സന്തോഷവും, ഇതെല്ലാം അനുഗ്രഹങ്ങളായി ഖുദ്റത്തുല്ലാഹ് അദ്ദാല്ല അലാ വഹ്ദാനിയതിഹി, അവൻ്റെ വഹ്ദാനിയത്തിലേക്ക് വെളിച്ചം വീശുന്ന ദൃഷ്ടാന്തങ്ങളായിട്ട് അങ്ങനെ എണ്ണി പറയാണ്. ഈ 7 ആയത്തുകൾ അതാണ്. ഇന്നത്തെ ആയത്തുകൾ അതിലേക്കാണ് പോണത്. എന്താ ആയത്ത് നോക്കുക? അടുത്ത ആയത്ത്, വഅൻസൽനാ മിനസ് സമാഇ മാഅ. അവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തേണ്ടത്? മാ എന്നുള്ളടത്ത് എങ്ങനെ നിർത്തുക? അങ്ങനെ ഉണ്ടോ നോക്കിയാൽ അലിഫുണ്ടോ? മാ എന്നുള്ളടത്ത് ഹംസ കഴിഞ്ഞിട്ട് അലിഫുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നിർത്തുമ്പോ എങ്ങനെയാ നിർത്തുക? എങ്ങനെ നിർത്തുക? ആന്ന് നിർത്തണം. എങ്ങനാന്ന് ഓർമ്മല്ല, അവിടെ നിർത്തണം. എങ്ങനാന്നല്ലേ നമ്മളങ്ങനെ നിർത്തി പോരലുണ്ട്.
നിർത്തണം എന്നുള്ളത് ശരിയുമാണ്. പിന്നെന്താണ് അവിടെ അലിഫില്ലാത്തതാണ് അടുത്ത പ്രശ്നം അല്ലേ? അവിടെ എന്താണ് അലിഫില്ലാത്തതെന്ന പ്രശ്നം? യാ, അങ്ങനെയാണെങ്കിൽ അതിന് വേറൊരു പോയിന്റ് കൂടി ചേർത്ത് പറയാനുണ്ട്. അത് ഈ ഹംസക്കാക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ്. ആർക്ക്? ഹംസക്കുള്ളൊരു പ്രശ്നം. ഹംസ മൂപ്പര് 2 അലിഫിന്റെ ഇടയിൽ നിൽക്കാൻ തയ്യാറല്ല. 2 അലിഫിന്റെ ഇടയിൽ നിൽക്കൂല. എന്റെ അപ്പുറം അപ്പുറം എസ്കോട്ട് വേണ്ട, എനിക്ക് ഒരാൾ മതി, ഒരലിഫ് മതി. മാ എന്നുള്ളത് മാ എന്ന പദത്തിന് ഓൾറെഡി അതിലുള്ള ഒരു അക്ഷരമാണ് മീമിന്റെ അലിഫ്. പിന്നെ എൻ എന്ന് പറയുമ്പോൾ എൻ ബൻ തൻ എന്നൊക്കെ പറയുമ്പോൾ തൻവീൻ ബിൽ ഫത്ഹ് അല്ലേ, ഫത്ഹു തൻവീന്, അതിൻ്റെ കൂടെ ഒരു അലിഫ് ഉണ്ടാവും. എഴുതി കാണുമ്പോഴൊക്കെ അങ്ങ് കാണാം. ബൻ എഴുതുകയാണെങ്കിലോ എൻ എഴുതുകയാണെങ്കിലോ ഹംസ തൻവീന് ബിൽ ഫത്ഹ എന്നിട്ട് ഒരു അലിഫ് ഉണ്ടാവും. അതുപോലെ ബൻ എഴുതുമ്പോൾ ബാന് 2 ഫത്ഹ മുകളിലിട്ട് തൻവീനാക്കുന്നിട്ട് ഒരു അലിഫ് ഉണ്ടാവും. തൻ എഴുതുമ്പോൾ എല്ലാ അക്ഷരത്തിൻ്റെ അവസാനത്തിൽ ആ ഒരു അലിഫ് ഉണ്ടാവും. തൻവീൻ ബിൽ ഫത്ഹയിൽ മാത്രം. തൻവീൻ കെസറിനില്ല, തൻവീൻ ലൊമ്മനില്ല. തൻവീൻ ഫത്ഹക്ക് എന്തുണ്ടാവും? കൂടെ ഒരു അലിഫ് കൂടി ഉണ്ടാവും. ആ അലിഫ് എന്തിനാണെന്നറിയോ? എക്സ്കോട്ടാണ്. എന്തിന് എക്സ്കോട്ട്? അവിടെ നിർത്തുകയാണെങ്കിൽ അലിഫ് വെച്ച് നിർത്തണം. ബൻ എന്നുള്ളത് എന്താക്കണം? ബ തൗവാബൻ. എങ്ങനെ നിർത്തുക? തൗവാബ. ഹിസാബൻ യസീറൻ. എങ്ങനെ നിർത്തുക? യസീറ. ഷദീദൻ ഷദീദ. ആന്ന് പോകാനാണ് എന്തിട്ടത്? ഒരു അലിഫ് തൻവീൻ ബിൽ ഫത്ഹാന്റെ കൂടെ ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനൊക്കെ ഹംസക്കും ഉണ്ടാവും. ബട്ട് ഹംസക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. ഏത് സമയത്ത്? അതിൻ്റെ മുമ്പിൽ ഒരു അലിഫ് ഉണ്ടെങ്കിൽ. മാ എന്നുള്ള അലിഫ് അവിടെ ഉള്ളത് കൊണ്ട് എന്നുള്ള ശേഷമുള്ള അലിഫ് എഴുത്തിൽ ഒഴിവാക്കും, വായനയിൽ ഉണ്ടാവും. എഴുത്തിന്റെ മാത്രം നിയമമാണ് ലാ തഖൂമുൽ ഹംസത്തു ബൈന അലിഫൈനി. എന്താണ്? ലാ തഖൂമുൽ ഹംസ ബൈന അലിഫൈനി. ഹംസ 2 അലിഫിന്റെ ഇടയിൽ നിൽക്കൂല. അതിൻ്റെ തത്വമാണ്. പഠിച്ചോളി പുതിയൊരു കാര്യം. അതുകൊണ്ടാണ് മാ എന്ന് എഴുതുമ്പോൾ അലിഫ് എഴുതാത്തതെന്ന്. ഷെയ് എന്ന് എഴുതുമ്പോഴോ? ഷെയ് എന്ന് എഴുതുമ്പോൾ ഉണ്ടാവും അല്ലേ? പറയും ഉണ്ടാവും. കാരണം എന്നുള്ളതിൻ്റെ മുമ്പിൽ ഷെയ് യാ സുക്കൂനാണ്. കുഴപ്പമില്ല, ഷെയ് എൻ എഴുതാം. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ. അവിടെ ഹംസക്ക് ശേഷം അലിഫ് ഉണ്ടാവുമല്ലേ? ഉണ്ടാവില്ല. കാരണം ഇൻഷാന്ന് ദീർഘാടുണ്ട്. ആന്ന്. അപ്പോൾ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. ഓടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഹംസക്ക് അലിഫില്ലെങ്കിലും നിർത്തുമ്പോൾ പാരായണത്തിൽ അലിഫ് വെച്ച് നിർത്തണം. വഅൻസൽനാ മിനസ് സമാഇ മാഅ. വഅൻസൽനാ പറയും, നാം ഇറക്കുകയും ചെയ്തു. മിനസ് സമാഇ, ഉപരി ലോകത്ത് നിന്നും നാം ഇറക്കി. എന്തിറക്കി? മാഅൻ. എന്തിനെ? വെള്ളം, ജലത്തെ ഇറക്കുകയും ചെയ്തു. ബിഖദരിൻ. ബിഖദരിൻ, ഒരു നിശ്ചിത അളവിൽ, ഒരളവിൽ, ഒരു കണക്കിന്, ഓരോ സമയത്തും വേണ്ട കണക്കനുസരിച്ച് നാം വെള്ളത്തെ ഇറക്കി. ഭൂമിയിലേക്ക് ഇറക്കണ മൊത്തം വെള്ളത്തിനെയാണ് പറഞ്ഞത്, അല്ലാണ്ട് ഓരോരോ പഞ്ചായത്തിലും ആ പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ളതെന്നുള്ള ആൾക്കല്ല പറയുന്നത്. ഭൂമിയിലേക്ക് ആവശ്യമായ ജീവജാലങ്ങൾക്ക്, അഥവാ ബിഖദരി ഹാജത്തിൽ ഖലായിഖ് എന്ന് കാണാം തഫ്സീറിൽ. ബിഖദരി ഹാജത്തിൽ ഖലായിഖ്, സൃഷ്ടിജാലങ്ങളുടെ, മനുഷ്യ, മറ്റു ജീവജാലങ്ങൾ, ജന്തുമൃഗാദികൾ, ഉരകങ്ങൾ, എല്ലാ സാധനങ്ങളും സസ്യലതാദികളും അടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമി ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും ആവശ്യമായ വിധത്തിൽ നാം നൽകിയിരിക്കുന്നു, വെള്ളത്തെ ഇറക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബിഖദരിൻ, നിശ്ചിത അളവിൽ. എന്നിട്ടോ ഫഅസ്കന്നാഹു. സക്കന എന്ന് പറഞ്ഞാൽ എന്താ? സക്കന മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ?
താമസ സ്ഥലം, വാസസ്ഥലം. അപ്പൊ അവിടെ ചെന്ന് താമസിച്ചു. സക്കന അല്ലേ, സക്കന താമസിച്ചു. വാപ്പ പറയാണ്, മക്കളെ ഞാൻ രണ്ടാളെയും കൂടി ഞാൻ ആടെ അങ്ങ് അസ്കന. എന്താ അസ്കന? താമസിപ്പിച്ചു. താമസിപ്പിച്ചു. വാപ്പയും ഉമ്മയും പറയണ അസ്കന്നാഹു ഫി പൂനൂർ. രണ്ടാളെയും ഞങ്ങൾ പൂനൂരാട്ട് കുടിയിരുത്തി. അത് തന്നെ കുടിയിരുത്തി, പൂനൂര് കുടിയിരുത്തി. പുരയൊക്കെ വെച്ചു കൊടുത്ത് പാട് ഉഷാറായിട്ട് അങ്ങനെ പോണ്ട്. കഴിച്ചില്ല, അങ്ങ് പോയാൽ മതിയായിരുന്നു അങ്ങനെ പറയും. അതാണ് ഫഅസ്കന്നാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നത്, ഇന്നാ അൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദറിൻ ഫഅസ്കന്നാഹു ഐ ഫഅസ്കന്നാ അൽ മാഅ. ആ വെള്ളത്തെ നാം കുടിയിരുത്തി, അതല്ലെങ്കിൽ നിർത്തി, തങ്ങി നിൽക്കുന്ന വിധത്തിലാക്കി, അതിൽ താമസിപ്പിച്ചു വെള്ളത്തെ. ഫഅസ്കന്നാഹു എവിടെ? ഫിൽ അർദ്, ഭൂമിയിൽ മണ്ണിൽ താമസിപ്പിച്ചു. ഫഅസ്കന്നാഹു ഫിൽ അർദ്, ഭൂമിയിൽ അതിനെ താമസിപ്പിക്കുകയും ചെയ്തു. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ഇതൊരു തഹ്ദീദാണ്, ഒരു വഈദാണ് എന്ന് കാണാം. ഇതൊരു ഭീഷണിയാണ്, അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തലാണ്, ഒരു വഈദാണ്, താക്കീതാണ്. നാം അലാ ദഹാബിൻ ബിഹി, ദഹബ ബി, ദഹബ പോയി, ദഹബ ബി കൊണ്ടുപോയി, ദഹബ പോയി, ദഹബ ബി കൊണ്ടുപോയി, ദിഹാബ് ദിഹാബും ബി, അലാ ദഹാബിൻ ബിഹി അതിനെ പോക്കിക്കളയാൻ. അതിനെ പോക്കിക്കളയുവാൻ അഥവാ കൊണ്ടുപോകുവാനും തിരിച്ചെടുക്കുവാനും ലഖാദിറൂന, കഴിവുള്ളവനത്രേ. സൂറത്ത് മുൽക്കിലെ അവസാനത്തെ ആയത്ത് എന്താ? 30-ാമത്തെ ആയത്ത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. വെള്ളം വറ്റിപ്പോയാല് ആരാ കൊണ്ടുവരിക? ഏത് പൈപ്പിലാണ് ഉണ്ടാകുക? എവിടുന്നാ വെള്ളം കിട്ടുക? എല്ലായിടത്തും നമ്മളൊക്കെ തന്നെ. നമുക്ക് പൈപ്പ്, നമ്മളെ കിണറ്റിൽ വെള്ളം ഇല്ലാണ്ടിരിക്കുമ്പോൾ കിട്ടാൻ ആ പൈപ്പ് വെള്ളം. പൈപ്പിൽ വെള്ളം ഇല്ലാത്ത ആ സമയത്ത് തന്നെ മഴക്കാലത്ത് എല്ലാം വെള്ളം ഉണ്ടാവും പൈപ്പിൽ. അപ്പോൾ ആരാണ് ഫമയതീകും ബിമാഇൻ മഈൻ, പിന്നെ ആരാണ് കൊണ്ടുവരാനുള്ളത്, കൊണ്ടുതരാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആകാശത്തു നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. അത് നീക്കിക്കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരി ഹാജത്തിൽ ഖലായിഖ് വജഅൽനൽ അർദ മുസ്തഖറൻ ലിഹാദൽ മാ. എന്നിട്ട് ഈ ഭൂമിയെ ആ വെള്ളത്തെ സംഭരിച്ചു നിർത്താൻ പാകതയിലാക്കി. എന്ന് മവാരിദുൽ മിയ, ജലസ്രോതസ്സുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. പുഴയും തോടും അല്ലെ കടലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കണേ നമ്മളിങ്ങനെ കാണുക. നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങിയപ്പോൾ അതിൽ വെള്ളം കെട്ടിക്കുന്ന കണ്ടീനോ? ഇല്ല. പുരണ്ടാക്കിയാലല്ലേ, പുരണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു മൂല നോക്കി, ഒരു സൈഡ് നോക്കി, പുരൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞ് ബാക്കിയൊരു സ്ഥലത്ത് ആ ഒരു 3 മീറ്റർ വ്യാസത്തിലെടുത്ത് കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് ഒരു 5-8 കോലായപ്പോൾ അവിടെ അതേ വെള്ളം ഇങ്ങനെ കെട്ടിക്കുന്ന. എന്തോരെ വെള്ള, എത്ര കാലായി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വറ്റില്ല. ചളിവെള്ളമല്ല, പിന്നെ അത് അവിടെ ഇങ്ങനെ നിൽക്കണ വെള്ളം. എത്രയാണ്, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുത. അത് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രോ താഴോട്ട് ഇറക്കി വലിച്ചാൽ കിട്ടാനോ അതുപോലെ ഒരു നനവുണ്ടാകുക എന്നല്ലാതെ. ഇതെന്തൊരു അത്ഭുതമാണ്. ഫിൽ അർദ്, അതൊരു കുന്നിന്റെ മുകളിൽ പോയി കുഴിച്ചാൽ ആടെ ഉണ്ടാവും. പല സ്ഥലങ്ങളിലും
രണ്ടു തരം വെള്ളങ്ങളെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് പിന്നെ സൂറത്ത് ഫുർഖാനിൽ പറയുന്നുണ്ട്. ഹാദ അസ്ബുൻ ഫുറാത്തുൻ, അതേപോലെ മിൽഹുൻ ഉജാജുൻ, അല്ലേ? രണ്ടു തരം വെള്ളം, കയ്പ് രസമുള്ള അല്ലെങ്കിൽ ഉപ്പ് പുളിയുള്ള വെള്ളം, പിന്നെ ശുദ്ധവെള്ളം. രണ്ട് വെള്ളം, മറജൽ ബഹ്റൈനി യൽതഖിയാനി, രണ്ടു തരം ജലാശയങ്ങൾ. ഇത് രണ്ടും എന്തായിപ്പോണ്ട്? മേലോട്ടും ഉണ്ട്. മേലോട്ട് പോകുമ്പോ കടലിലെ വെള്ളം ഇങ്ങോട്ട് തിരിച്ചെങ്ങനെ വരല്? ഉപ്പിട്ട വെള്ളം വേറെ തരലാണോ? നല്ല വെള്ളം വേറെയും ഉപ്പിട്ട വെള്ളം വേറെയും പാത്രത്തിൽ നമ്മൾ എടുക്കുമ്പോഴാണോ തരുന്നത്? അല്ല, ഈ എല്ലാ അഴുക്ക് വെള്ളത്തിൽ നിന്നും നീരാവിയായി മേലോട്ട് പോകുമ്പോ എന്താ കിട്ടണത്? അതിനെ നന്നാക്കിയായിട്ട് കൊണ്ടോണ പോക്ക് തന്നെ ഒക്കെ ക്ലിയർ ആയിട്ടാ പോണത്. എന്തോ അത്ഭുതം! അങ്ങനെ വെള്ളം തന്നെ അല്ല എന്നാണ് പറഞ്ഞാലോ. എന്നാല് അങ്ങനെ ഒരു സംഭവം തന്നെയല്ല, നീരാവി തന്നെയല്ല, മേലോട്ട് പോകുന്നില്ല, അത് മഴയായി വരുന്നില്ല, ആടെ കൂടി നിൽക്കുന്നില്ല, കാറ്റ് അതിനെ കൊണ്ടുപോകുന്നൊന്നുമില്ല, അതല്ലാണ്ട് ഇങ്ങനെ നടക്കുക എന്നാണ് പറഞ്ഞാലോ. ആകാശമില്ല, അങ്ങനെ ഒരു മേലാപ്പില്ല എന്നൊക്കെ പറയുന്ന പോലെ. ഖുദ്റത്തുല്ലാഹ് അദ്ദാല്ല അലാ വഹ്ദാനിയതിഹി, ഈ പ്രപഞ്ചത്തിന് ഒരു നിയന്ത്രണം നടത്തുന്ന ഒരേ ഒരു നിയന്താവുണ്ട്, ഒരു ശക്തിയുണ്ട് എന്നതിന് വേറെ വേണ്ട. എന്ത് മതി? നമ്മളെക്കുറിച്ച്, നമ്മൾ നിൽക്കുന്ന നമ്മുടെ മുകളിലുള്ള ഉപരിലോകങ്ങളെക്കുറിച്ച്, അവിടുന്ന് താഴോട്ട് നമുക്ക് വേണ്ടി ഏടുന്നോ താഴോട്ട് വരുന്ന വെള്ളത്തെക്കുറിച്ച്, ആ വെള്ളത്തെ കുടിച്ച് വറ്റിച്ചു പോകാണ്ട് അതിനെ എല്ലാ കാലത്തേക്കും പല നാടുകളിലേക്കുമായി സംഭരിച്ചു വെക്കുന്ന ഈ മണ്ണിന്റെ അടിഭാഗത്തെക്കുറിച്ച്, ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ മതി. ഇതെന്തോ ഒരു ശക്തിയുടെ പവറിലാണ് എന്നുള്ളത് ഉറപ്പാണ്. ആ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അള്ളാഹു. ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂന്ന, അല്ലാണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഏതോ ഒന്നിനെ പേര് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എല്ലാം കൊണ്ടുവരികയാണ്. നല്ല എല്ലാ സംഭവ വികാസങ്ങളുടെയും ഒരേ ഒരു കേന്ദ്രമായ, ഒരേ ഒരു നിയന്ത്രകനായ ശക്തിയിലേക്ക് പോകൂ. ആ ശക്തിയെ നിങ്ങൾ എന്ത് വിളിച്ചോ? ആരാധ്യ എന്ന് വിളിച്ചോ. അതിന് അള്ളാഹു എന്ന് പറയാം, ഗോഡ് എന്ന് പറയാം, ദൈവം എന്ന് പറയാം, പരബ്രഹ്മം എന്ന് പറയാം, ഹുദ എന്ന് പറയാം. ഏത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞോ. അവന് മാത്രം യോജിച്ച ശുദ്ധമായ നാമമായിരിക്കണം, അവൻ്റെ ഏകത്വം അംഗീകരിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അത് നിർബന്ധമൊന്നുമില്ല, വേണ്ടവർക്ക് മതി, ഉൾക്കൊള്ളാൻ എളുപ്പമാണ് എന്ന് മാത്രമേ ഖുർആൻ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅസ്കന്നാഹു ഫിൽ അർദ്. ഇവിടെ 2-3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, മിൻ നിഅമില്ല അൽ മാഉ അഅ്ളമുൽ മിനൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് വെള്ളം എന്നതാണ് ഈ ആയത്തിലെ ഒരു കാര്യം. എന്താണ്? അഅ്ളമുൽ മിനൻ, മിന്നത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വെള്ളം. അത് ഹയാത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ ഹയാത്തുൽ ഹയവാനാത്ത്, എല്ലാ ജീവജാലങ്ങളുടെയും അസാസ്, ബേസാണ് വെള്ളം. ഒരു തുള്ളി വെള്ളം കിട്ടാണ്ടായി പോയാൽ ഒരു വലിയ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്ന പോലെ തന്നെയാണ് ശ്വാസവും വെള്ളവും. ഒരു വെള്ളം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, അതിൻ്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ ആ വിഷയം മാത്രം സംസാരിക്കുമ്പോൾ മണിക്കൂറുകൾ വേണം. നമ്മൾ ഓരോരുത്തരും ചിന്തയുള്ളവരാണല്ലോ. എല്ലാവരും ചിന്തിച്ചു നോക്കി, വെള്ളം എന്ന ഒരു ശക്തിയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല സുരക്ഷിതമായി ഇങ്ങനെ നിൽക്കുക, അഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് റോഡും നിറഞ്ഞ് പുഴയും നിറഞ്ഞ് ഇങ്ങോട്ടിങ്ങ് പോന്നാൽ എന്താക്കൂ? എന്താ ചെയ്യ? അങ്ങ് പോവുക തന്നെ. ഒന്നും ചെയ്യാൻ കഴിയൂല. ഇന്ന ലമ്മ തൊകൽ മാഉ, വെള്ളം അതിക്രമിച്ചു വന്നപ്പോണാ. വെള്ളത്തിന് പിരാന്ത് പിടിച്ചാലേ എന്ന് പറയാറുണ്ട്. അതുപോലെ വെള്ളം കൊണ്ട് വന്നാല് പിന്നെ അന്ന്
നൂഹ് നബീനെയും കൂട്ടരെയും രക്ഷപ്പെടുത്തിയ ഹമൽനാക്കും ഫിൽ ജാരിയ. പിന്നെ അതിന് വേറെ സംവിധാനമാക്കി കൊടുത്ത അതുപോലെ ഒന്നും നടക്കൂല. അത് അള്ള ഇങ്ങനെ ആ സമൂഹത്തെ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ്. ഇത് സമൂഹത്തെ ഒന്നിച്ചായിട്ട് നശിപ്പിക്കണം എന്നുള്ള നിലക്ക് ഒരു ഭാഗത്തു നിന്നും ഇങ്ങോട്ട് പൊട്ടി ഇങ്ങോട്ട് വന്നാലേ ഒരു പിടുത്തം ഉണ്ടാവില്ല. നിലവിളിക്കാനും നേരം ഉണ്ടാവില്ല, കൂടെ ഉള്ളവരേടാൻ നോക്കാനും നേരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങുള്ളവരെ ആര് നോക്കൂന്നൊന്നും ചിന്തിക്കാനോ നേരം ഉണ്ടാവില്ല. വെള്ളത്തിൻ്റെ ശക്തി, വെള്ളം എന്ന അനുഗ്രഹം, അതിൻ്റെ ഉത്ഭവം, അതിനെ ഇവിടെ കുടി നിർത്തിയത്, ഇവിടെ താമസിപ്പിച്ചത്, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ തന്നെ രുചിഭേദങ്ങൾ, അത് ശരീരത്തിന് നൽകുന്ന ഗുണം, ശരീരത്തിൻ്റെ അധിക ശതമാനവും ജലം തന്നെ, ബ്ലഡ് കൂടുതലും ജലം തന്നെ, നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലും ജലത്തിൻ്റെ അംശം തന്നെ. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ആകെ എന്താണ്? കുല്ലു ശൈ മിനൽ മാ, എല്ലാം വെള്ളത്തിൽ നിന്നാണ്. ഇങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചോളി. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലേഖനം, ഇപ്പോൾ ഒരു ലേഖനം ആയിക്കഴിഞ്ഞു കേട്ടോ. അബ്ദുറഹ്മാൻ ഒരു ലേഖനം എഴുതി. ഫസ്റ്റ് വിഷയമല്ലേ? സിഫാത്തുൽ മുഅ്മിനീൻ അല്ലേ? മനുഷ്യ സൃഷ്ടിപ്പോ 7 ഗുണങ്ങൾ സിഫാത്തുൽ മുഅ്മിനീൻ. ഇനി അതേപോലെ രണ്ടാമത്തെ വേറെ ആൾക്കാർക്ക് എഴുതാം, ഈ വിഷയം മറ്റൊരാൾക്ക് എഴുതാം, ആരുടെയും സഹായം തേടാം. എന്നിട്ട് തന്നാൽ മതി, നമ്മളത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. പ്രൂഫ് റീഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ ഏൽപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ തീരുമ്പോഴേക്കും ഒരു പുസ്തകമാക്കണം. നിങ്ങൾക്ക് ഒരുപാട് റെഫർ ചെയ്യാം, നമ്മൾ ക്ലാസ്സിന് പുറമെ ഒരുപാട് റെഫർ ചെയ്യാം. ചെറിയൊരു കാര്യം വേണ്ടിയിട്ടാണ് ഇവിടെ ആയത്തുകളും അതുപോലെ ചില കാര്യങ്ങളും പ്രത്യേകമായി എടുത്തുദ്ധരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ബി ഖദർ എന്നതാണ്. ഒന്ന് നിഅമത്തുള്ളയാണ്, അനുഗ്രഹമാണ്. 2 ബി ഖദർ, അതിൻ്റെ ഒരു കണക്ക് എന്നതെന്താണ്? താഴോട്ട് പെയ്തിറങ്ങുന്നതും മുകളിലേക്ക് കൊണ്ടുപോകുന്നതും ഒരേ കണക്കിലാണ് എന്നൊക്കെ എഴുതപ്പെട്ടത് കണ്ടിട്ടുണ്ട്. അല്ലാഹു ആലം. എന്താണ് ബി ഖദർ എന്നതിനെ കുറിച്ച് കൂടുതലായി ഒരു പഠനം നടത്താവുന്നതാണ്. ഖദർ, ബി ഖദരിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഖദരി ഹാജത്തിൽ ഖലായിഖ് എന്ന് പറഞ്ഞു. സൃഷ്ടിജാലങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് അത് മാറാം. പല കണക്കുകളും പല രീതിയിലും അതിൻ്റെ ലേഖനങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതപ്പെട്ടത് കണ്ടിട്ടുണ്ട്. ഏതായാലും വിശദമായി അതൊന്ന് പഠിക്കണം. മൂന്നാമതൊരു കാര്യം ഈ ആയത്തിൽ അൽ മാ ഉൽ മുഖ്തസൻ ഔ ഗൈർ മുഖ്തസൻ, അല്ലെങ്കിൽ വെള്ളം സംഭരിച്ചു വെക്കുന്നതും അല്ലാതെയുള്ളതും എന്നതിനെക്കുറിച്ചുള്ള വിഷയമാണ്. ഒഴുകിപ്പോകുന്ന വെള്ളവും സംഭരിക്കപ്പെടുന്ന വെള്ളവും. നിങ്ങൾ ആലോചിക്കുക, ഈ ഭൂമിയിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, ഇന്നലെ രാത്രി മുതൽ പെയ്ത വെള്ളം നമ്മൾ ഇതിലെങ്ങനെ ഒലിച്ചായിട്ട് പോകാനുള്ള സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും കഥ ഇവിടെ? ഇതെങ്ങോട്ടാ പോണേ? ഇത് ഏടാണായിരിക്കും എത്തുന്നത്? പഠിച്ചോനെ, ആടെന്താ പറയാ കൊള്ളുക? നമ്മളെ നാട്ടിൽ നിന്ന് മാത്രമേ കടലിലേക്ക് പോകും, കോഴിക്കോട്ടൊക്കെ പോകുന്നുള്ളൂ വെള്ളം? അല്ല, പിന്നെ ഏടൊക്കെ പോണേ? ഏടൊക്കെ പെയ്തിറങ്ങുന്നു അതെല്ലാം ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ കൈത്തോടുകൾ, വലിയ തോടുകൾ, പുഴകൾ, അങ്ങനെ 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 ഇതെല്ലാം കൂടെ ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ പോയി സംഭരിക്കപ്പെടുന്നു. മനുഷ്യനുണ്ടാക്കിയ അണക്കെട്ടുകൾ പൊട്ടിയാൽ പേടിച്ചു നിൽക്കുക. അപ്പം നമ്മൾ ഏത് പെരിയാറായാലും പൊട്ടിയാൽ എല്ലാവരും അപ്പം വയനാട്ടുകാരെന്നാ ഞങ്ങൾ കഴിച്ചിലാകുണ്ടാവുമെന്ന്. ഓരും കഴിച്ചിലാവൂല. എന്താ കഴിച്ചിലാകത്ത്? അല്ല, ഇവിടുത്തെ ഈ അണക്കെട്ട് പൊട്ടിയാൽ തന്നെ, ഈ പ്രസ്തുത അണക്കെട്ട് പൊട്ടിയാൽ തന്നെ എന്താ ഉണ്ടാകുക? മുകളിലുള്ളവർ കഴിച്ചിലാവും വിചാരിച്ചോ? ഇല്ല, ഈ അണക്കെട്ടാണ് പൊട്ടിയാൽ നമ്മളെ കോഴിക്കോട് ജില്ല വരെയുള്ള മുഴുവൻ ജീവജാലങ്ങളും മനുഷ്യന്മാരും ചത്തൊടുങ്ങും. ഇതിനാരാ കുഴിച്ചിടുക? സംസ്കരിക്കുക. കുറേ എണ്ണം പുറത്തുണ്ടാവും, ചളിയിലുണ്ടാവും. ഇത് സംസ്കരിക്കാൻ പറ്റുമോ പെട്ടെന്ന്? ഇല്ല. ആ സംസ്കരിക്കുന്ന സമയമാകുന്നതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അസുഖം ആർക്ക് വരൂ? വയനാട്ടുകാർക്ക് എന്നല്ല, സകല പരിസരങ്ങളിലേക്കും പോകൂലേ? നമ്മൾ വിചാരിക്കുക വെള്ളത്തിൽ മുങ്ങിപ്പോണ ഒരൊറ്റ സംഭവം വെള്ളം വന്നാണ്ടാവും. അല്ല, അതിൻ്റെ അനുബന്ധ സംഭവങ്ങൾ ഇപ്പോഴും ഇല്ലേ? ലോകത്തിൻ്റെ പല നാടുകളിലും ഉണ്ടായ വലിയ യുദ്ധങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന തലമുറകൾ, വർഷങ്ങൾക്കപ്പുറത്തുണ്ടായ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന, പ്രസവിച്ച് വീഴുന്ന കുഞ്ഞു മക്കൾക്ക് വൈകല്യങ്ങൾ,
ആ അതേപോലെ അങ്ങേടോ ഉണ്ടാക്കിയ പച്ചക്കറിന്റെ എൻഡോസൾഫാന്റെ അല്ലെങ്കിൽ പല മാരകമായ വിഷപദാർത്ഥങ്ങളുടെയും പ്രയാസം അനുഭവിക്കുന്നവർ പല നാട്ടിലുമില്ലേ? ഇതേപോലെയാണ് പ്രകൃതിയിൽ വലിയൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു നാടിനെ മാത്രമല്ല ഒന്നായിട്ട് വരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതും, അതേപോലെ അതിനെ സംഭരിച്ചു വെച്ചതും, അതിനെ ഇങ്ങോട്ട് ആദ്യം തരുന്ന ഘട്ടവും, അതിനെ ബാഷ്പീകരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നതും, അത് മുകളിൽ നിന്ന് താഴേക്ക് പെയ്തിറങ്ങുമ്പോഴുള്ള മഴത്തുള്ളിയുടെ ആകൃതിയും അതിൻ്റെ വേഗതയും ഒക്കെ ചിന്തനീയമാണ്. പാരച്ചൂട്ട് ഉണ്ടാക്കിയ എന്ത് കണ്ടിട്ടാണെന്നാ പറയല്? പാരച്ചൂട്ട് വെളിച്ചെണ്ണ അല്ലേ വെച്ച്? പാരച്ചൂട്ട് എന്ത് കണ്ടിട്ടാന്നാ പറയല്? ആ മഴത്തുള്ളിയെ കണ്ടിട്ടാണെന്ന്. എന്താ കാരണം? മഴത്തുള്ളിന്റെ കോലം എന്തെന്നാ? കൂർപ്പ് മേലോട്ടാണോ താഴോട്ടാണോ? ആ എന്തിനാണ് അങ്ങനെ? അത് അങ്ങനെ 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 തട്ടിത്തടഞ്ഞേ താഴോട്ട് പോരാവൂ. അല്ലാണ്ടായിരുന്നെങ്കിലോ ആ മഴത്തുള്ളിയുടെ കനത്തിലുള്ള ചെറിയൊരു സാധനം മഴത്തുള്ളി എത്ര മീറ്റർ മുകളിൽ അത്രയും മീറ്റർ താഴോട്ടിട്ടാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്നാ. രണ്ടാം തട്ടിൻ്റെ മുകളിലുള്ള പൈപ്പ് കൂടിയുള്ള വെള്ളത്തിൻ്റെ ചോട്ടിൽ തല വെച്ചു കൊടുത്താൽ തന്നെ നമുക്ക് താങ്ങാനാവില്ല. എന്നാലേ അങ്ങ് 1 കിലോമീറ്റർ മുകളിൽ നിന്ന് വരുന്ന ഒരു മഴത്തുള്ളി തലയെ കൊണ്ടാ തുളഞ്ഞങ്ങ് പോവുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ വേറെ ഒരു കോലത്തിലായിരുന്നെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുമായിരുന്നു. ഇത് വളരെ സ്പീഡ് കുറഞ്ഞാ വരുന്നത്. അതെ 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 സ്പ്രേ ആയിട്ടാണല്ലേ. അള്ളാഹു അക്ബർ എന്ന് പറയാനേ നമുക്കാവുള്ളൂ. നമ്മൾ അതിലേക്ക് അടുത്ത ആയത്തിലേക്ക് കിടക്കാം, തീർക്കാണ്. അപ്പോൾ അടുത്തായത്ത് എന്തായിരുന്നു? അടുത്തായത്ത് എന്താ? ഫഅൻശഅനാ ലകും ബിഹി, എന്നിട്ട് ആ മഴവെള്ളം കൊണ്ട് ഉണ്ടാക്കി, നാം ഉണ്ടാക്കി, ലകും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു, ബിഹി ആ വെള്ളം കൊണ്ട്, അതുകൊണ്ട് നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, ജന്നാത്തിൻ. അർത്ഥം പറഞ്ഞാൽ വേണ്ടിയിരുന്നു. ജന്നാത്തിൻ തോട്ടങ്ങളെ, ഒരുപാട് തോട്ടങ്ങളെ. എന്തിൻ്റെയൊക്കെ തോട്ടമുണ്ട്? മിൻ നഖീലിൻ ഈത്തപ്പനയാലുള്ള തോട്ടങ്ങൾ, വ അഅ്നാബിൻ ഇനബ് അഅ്നാബ് എന്താ? മുന്തിരികളുടെയും, ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ അതിൽ, ഫവാക്കിഹു ഫാക്കിഹത്ത് ഫവാക്കിഹ് ആ ഫലങ്ങൾ, കായ്കനികൾ ഒരുപാടുണ്ട്, കായ്കനികളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, കസീറത്തുൻ ധാരാളമായി, വമിൻഹ മാത്രമല്ല നിങ്ങൾ അതിൽ നിന്ന് തഅ്കുലൂന അതായത് നിങ്ങൾക്ക് തിന്നാൻ, യഥേഷ്ടം തിന്നാൻ, ഭക്ഷിക്കാൻ മാത്രം ഒരുപാട് വിഭവ സമൃദ്ധമായ വൈറ്റമിൻസ് ഉൾക്കൊള്ളുന്ന ഒരുപാട് പഴവർഗ്ഗങ്ങളും മറ്റുമായി ഈ മഴവെള്ളം കൊണ്ട് ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ഉണ്ടാക്കുകയും. ഇവിടെ ഏത് തോട്ടാ പറഞ്ഞത്? എന്നിട്ട് അവിടെ നമ്മളവിടെ ഉണ്ടോ? നമ്മളിവിടെ ഉണ്ടോ? ആകെ വട്ടോളി അങ്ങ് കുഴിച്ചിട്ട് 2 ഉണ്ട്, അതല്ലേ ഉള്ളൂ. അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞ്? ഫവാക്കിഹുകളുടെ കൂട്ടത്തിൽ പ്രശസ്തമായ, അല്ലെങ്കിൽ ചിലത് മാത്രം എണ്ണി പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ ഫവാക്കിഹും അതിൽ പെട്ടു. ഈത്തപ്പനയും മുന്തിരിയും പറഞ്ഞിട്ട് പിന്നെ പറയാണ് ലക്കും ഫീഹ ഫവാക്കിഹു, നിങ്ങൾക്ക് അതിൽ കസീറത്തും ധാരാളം ഫലങ്ങളുണ്ട്. അപ്പോൾ ചാമ്പക്കുണ്ട്, എന്തൊക്കെ പറയും? ചാമ്പക്കുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ സപ്പോർട്ടുണ്ട്, പറയും നിങ്ങൾക്ക് അറിയാവുന്നത്. മാംഗോസ്റ്റിൻ ഉണ്ട്, പിന്നെ ആത്തച്ചക്ക ഉണ്ട്, അബിയുണ്ട്, തക്കാളി ഉണ്ട്, കർമൂസ മറന്നുപോയി, പിന്നെ അങ്ങനത്തെ ഒന്നും ഇപ്പം വേണ്ട. നമ്മളെ പഴയതൊന്നും ഇപ്പം വേണ്ട. ഇപ്പം ഏത് മതി? വേറെ ഏതൊക്കെയോ ഉള്ള ഫവാക്കിഹിൽ ഉള്ളി വേണോ? ഫവാക്കി എല്ലാ കായ്കനികളിൽ നിന്ന് മൊത്തം പറയണ എല്ലാം കിട്ടും. എല്ലാ പിന്നെ പച്ചക്കറികളായിരുന്നാലും എല്ലാം നിങ്ങൾക്ക് നാം അതിൽ മുളപ്പിച്ച് തന്നു. ഒറ്റ ചാക്കിൽ 2 ജാതി സാധനം, 3 വിട്ടിട്ടപ്പം 3 ജാതി ഇല, 3 ജാതി തണ്ട്, 1 വള്ളി, 1 മരം, 1 കുറ്റിച്ചെടി, എന്ന ടൈമിൽ പല ജാതി കളറിൽ പല സാധനം, ഒരേ വളവും. ഇതെന്തോ ഒരു അത്ഭുത പഠിച്ചോനെ.
ഇതെന്തൊരു അത്ഭുതമാണ്. ഫവാകിഹു കസീറ വമിൻഹാ തഅകുലൂൻ. മാത്രമല്ല വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാ തംബുതു ബിദ്ദുഹൻ വസ്ബഗിൽ ലിൽ ആകിലീൻ. അങ്ങനെ ഒരു എണ്ണക്കായിനെയും പറഞ്ഞു. അതുപോലെ ഇനി എന്തൊക്കെ എണ്ണക്കായികളുണ്ടോ അതൊക്കെയും. വശജറതൻ, എന്തിനേയും മുളപ്പിച്ചു? മരങ്ങളെയും മരത്തെയും ഉണ്ടാക്കി. വശജറതൻ, മരത്തെയും മുളപ്പി. തഖ്റുജു, ആ മരത്തിൽ നിന്ന് ആ മരം തഖ്റുജു, ഉത്ഭവിക്കുന്നു, പുറത്തു വരുന്നു. മിൻ തൂരി സൈനാ, എവിടുന്നാ വരുന്നത്? സീനാ തൂറിൽ നിന്ന്. തൂർ മാന പർവ്വതം. തൂരി സീനാ, സീനാ പർവ്വതം. തൂരി സീന എന്നും വന്നിട്ടുണ്ട്, സൈന എന്നും വന്നിട്ടുണ്ട്. തൂരി സൈന, സീനാ പർവ്വതത്തിൽ നിന്നുത്ഭവിക്കുന്ന മരത്തെയും നാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. തമ്പുത്തു, അതെന്ത് ചെയ്യുന്നു? തൻബുത്തു, അത് കായ്ക്കുന്നു. എന്തായിട്ട് വരുന്നു? ബിദ്ദുഹ്നി, അതെന്ത് നൽകുന്നു? എണ്ണ, എണ്ണ. അതേപോലെ വസിബ്ഗിൻ ലിൽ ആകിലീൻ, ഭക്ഷിക്കുന്ന ആളുകൾക്ക് സിബ്ഗിൻ, എന്താണ്? ചാറായിട്ട് അല്ലെങ്കിൽ കറിയായിട്ട്, എണ്ണയും കറിയുമായിട്ട്. ഒലീവ് വൃക്ഷം അത്രേ ഉദ്ദേശം. ഒരു സവിശേഷമായ വൃക്ഷത്തെ എടുത്തു പറഞ്ഞു ഖുർആൻ. ഇതുപോലുള്ള ഒരുപാട് വൃക്ഷങ്ങൾ, അവയെല്ലാം ഒലീവെണ്ണ കറിയിൽ ചേർക്കും, ഭക്ഷണ സാധനങ്ങൾ പൊരിക്കാനും അതേപോലെ തേച്ച് കുളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന വിധത്തിൽ. വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാ, സീനാ പർവ്വതത്തിൽ നിന്ന്. തംബുത്തു, അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബിദ്ദുഹ്ന്, എണ്ണ. വസിബ്ഗ്, കറി അല്ലെ കൂട്ടാൻ, ചായം. ലിൽ ആകിലീൻ, ഭക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റ, ഇനി ഈ ആകാശവും മഴയും വെള്ളവും നിങ്ങളുടെ ശരീരവും മാത്രമല്ല. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റത്തുൻ. എന്തുണ്ട് അൻആം എന്ന് പറഞ്ഞാൽ എന്താ? നാൽക്കാലികൾ, കന്നുകാലികൾ. വഇന്ന ലകും, അർത്ഥം പറയൂ. നിങ്ങൾക്ക് ഉണ്ട്. ഫിൽ അൻആമി, കന്നുകാലികളിലും ഉണ്ട്. ലഇബ്റത്തുൻ, ഒരുപാട് പാഠങ്ങളുണ്ട്. ഇബ്രത്തുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. നുസ്ഖീക്കും, പാല് കുടിക്കാൻ പറ്റുമോ? പറ്റൂലേ മനുഷ്യൻ? പശുവിന്റെ പാല് മനുഷ്യന് കുടിക്കാനുള്ളതാണോ? അല്ലേ? അത് പശുവിന്റെ കുട്ടിക്ക് മാത്രമുള്ളതാണോ? പറയേ. 1-2 കുട്ടികളുണ്ടാകുക. എത്ര വലിയ അകിട് പശുവിന് വേണോ? അത്രയും പാല് വേണോ? അതുപോൽക്ക് മാത്രമല്ല ആർക്കും കുടിക്കുക. എന്താ തെളിവ്? നുസ്ഖീക്കും മിമ്മാ ഫീ ബുത്തൂനിഹ, അവയുടെ ബുത്തൂന് ഉദരങ്ങൾ, വയറുകൾ, അവയുടെ വയറുകളിൽ നിന്നുള്ളതിൽ നിന്ന് നിങ്ങളെ നാം നുസ്ഖീക്കും. എന്ത് ചെയ്യുന്നു? അസ്കാ യുസ്കി, സഖാ. നമ്മൾ സിഖാ പറഞ്ഞല്ലോ, പാത്രം, പാനപാത്രം. സൂറത്ത് യൂസുഫിൽ അതേ പദം തന്നെയാ. അസ്കാ, യുസ്കി, നുസ്കി, നാം കുടിപ്പിക്കുന്നു. നിങ്ങളെ, നിങ്ങൾക്ക് നാം കുടിക്കാൻ നൽകിയിരിക്കുന്നു. മിമ്മാ ഫീ ബുത്തൂനിഹ, അതിൻ്റെ ഉദരങ്ങൾ, വയറുകളിൽ നിന്നുള്ളത്. അപ്പൊ പാല് നമുക്കും കുടിച്ചൂടെ? കുടിക്കാം. പശുവിൻ്റെ പാല് കുടിക്കാം, ആടിൻ്റെ പാല് കുടിക്കാം, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാം. ശരി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ. വലക്കും ഫീഹാ, അതിൽ നിങ്ങൾക്കുണ്ട്. പാല് മാത്രമല്ല, മനാഫിഉ കസീറ, വേറെയും ധാരാളം മൻഫഅത്തുകൾ. ചാണകം, പിന്നെ മൂത്രം, പിന്നെ വാഹനങ്ങൾ, യാത്രകൾക്ക് ഉപയോഗിക്കാം. ഒമിൻഹ തഅകുലൂൻ അടുത്തുണ്ട്, മാംസമായിട്ട്. നിങ്ങൾ അതിൽ നിന്ന് തിന്നുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെ ഉണ്ട്. വളമായിട്ട് ഉപയോഗിക്കുന്നു. ആദ്യമൊക്കെ നിലത്ത് എന്താക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആദ്യത്തെ മുറ്റവും ചാരുമ്പൊക്കെ എങ്ങനത്താനോ വൃത്തിയാക്കാൻ. എന്തുകൊണ്ട്? അതെന്താ അങ്ങനെ ആയത്? ചാണകം കൊണ്ട് വൃത്തിയാക്കാന്നല്ലേ? അങ്ങനെ ആയിരുന്നു. അപ്പൊ അത് മറ്റൊരു രീതിയിലായി മാറി. കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ. വമിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റ, നിങ്ങൾക്ക് നാക്കാലികളിലും കന്നുകാലികളിലും ഉണ്ട് ഒരുപാട്
ആ പാടങ്ങൾ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ, അവയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിപ്പാൻ നൽകുന്നുണ്ട്. വലക്കും ഫീഹാ മനാഫിഉ കസീറ, അതിനു പുറമെ വേറെയും ഒരുപാട് പ്രയോജനങ്ങൾ അതിൽ നിങ്ങൾക്കുണ്ട്. വമിൻഹാ തഅകുലൂന, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ മറന്നു പോവാന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെയും പറഞ്ഞ് വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ, നിങ്ങൾ വഹിക്കപ്പെടുന്നത് അഥവാ നിങ്ങൾക്ക് യാത്രയായി പിന്നെ എന്തുണ്ട്, കരയിൽ നിങ്ങൾ എന്തുമല്ല യാത്ര ചെയ്യും, വഅലൈഹ അലൽ അൻആമി, നാൽക്കാലികളെ പുറത്ത് കയറി കുത്തിരുന്നിട്ട് തുഹ്മലൂന, നിങ്ങളെ വഹിച്ചു പോകുക അല്ലെ, നിങ്ങൾ വഹിക്കപ്പെടുന്നു. അവയുടെ മേലും കപ്പലുകളിലുമായി നിങ്ങൾ യാത്രയിൽ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. യാത്രാ വാഹനങ്ങളായി, ചരക്ക് വാഹനങ്ങളായി അവയെ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വേറെ കുറേ ഉണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ സിഫാത്തുൽ മുഅ്മിനീൻ വ സവാബുഹും പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്, ശരീരലോകം. ഏത് ലോകത്തെക്കുറിച്ച് പറഞ്ഞു, ആലമുൽ അൻഫുസ്, ശരീരലോകത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, അതിൻ്റെ ആന്തരബാഹ്യ അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും സങ്കീർണതകളും സൃഷ്ടിപ്പിൻ്റെ ആരംഭവും അവസാനം എന്താകുന്നു, മരണവും, ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. രണ്ടാമത് നമ്മൾ ബഹിർ ലോകത്തെക്കുറിച്ച് പറയാണ്. ഏതാ ലോകം, ആകാശഗോളങ്ങളെക്കുറിച്ച് പറയാണ്. അതും പറഞ്ഞു. ആലമുൽ ആഫാഖ് 17 മുതൽ 22 വരെ. ഇനി ഇൻഷാ അല്ലാഹ് അതിൽ തന്നെയാണ് പിന്നീട് നമ്മൾ ബഹിർലോകങ്ങളെക്കുറിച്ച് ആകാശം പറഞ്ഞു, പിന്നെ ആകാശത്ത് നിന്ന് മഴ വരുന്നത് പറഞ്ഞു, പിന്നെ അതുകൊണ്ട് സസ്യങ്ങൾ ഉണ്ടാകുന്നത് പറഞ്ഞു, വെള്ളത്തിനെ ഇതിൽ കുടിയിരുത്തിയതിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് നാൽക്കാലികളെ കുറിച്ച് പറഞ്ഞു, അവയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എത്ര എണ്ണം ഉണ്ടെന്നറിയോ? ഇതെല്ലാം പറഞ്ഞു. അദ്ദാല്ല അല വഹ്ദാനിയത്തില്ല വ ഖുദ്റത്തി, അള്ളാഹിൻ്റെ വഹ്ദാനിയത്തും ഖുദ്റത്തും വിളിച്ചോതുന്ന അടയാളങ്ങളായിട്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച 23 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് എടുക്കാനുള്ളത്. അത് ഒരാഴ്ച കൊണ്ട് നമ്മൾ എടുക്കൂല, ഞാനതിനെ തിരിക്കട്ടെ. അതിലെന്താന്ന് വെച്ചാൽ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചാണ്, ചരിത്ര ലോകമാണ് അടുത്ത വിഷയം ഇൻഷാ അല്ലാഹ്. നൂഹ് നബിയുടെ ചരിത്രം മുതൽ കുറേ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. അതിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച മുതൽ കടക്കാം. എത്ര ക്ലാസ് കൊണ്ടാണ് എന്ന് ഞാൻ പറയാം. നമ്മളതിവിടെ ആദ്യ ക്ലാസ്സിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഖിസസു ബഅദിൽ അംബിയ, അതുപോലെ ആഖിബത്ത്, അതിനെക്കുറിച്ച് 4 ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇൻഷാ അല്ലാഹ്. 23 മുതൽ 50 വരെയുള്ള ആയത്തുകൾ 4 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരമാവധി എല്ലാ ആളുകളെയും കുടുംബത്തിലുള്ളവരെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നാട്ടിൽ നമുക്ക് നല്ല മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്, വെള്ളം ചിലപ്പോൾ അതിക്രമിച്ചു വരാം. അതുകൊണ്ട് യാത്രയിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം. വഴിയരികിൽ പിന്നെ കരണ്ട് കമ്പികളൊക്കെ പൊട്ടി വീണ് കിടക്കുന്നതുണ്ടോ എന്ന് പരിശോധിക്കണം. വെള്ളം ആയി കാണുന്ന സ്ഥലങ്ങളിൽ ലക്ഷ്യമില്ലാതെ ബോധമില്ലാതെ കാലുവെക്കുന്നതിനെ ഏറെ ശ്രദ്ധയോടെ കാണണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.